അക്കോട്ടൈൽസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ബെറ്റാ ഫിഷിനെ ബ്രീഡിങ്ങിനിടുന്ന ഒരു വീഡിയോ ആണ്. ബ്രീഡിങ്ങിനായി ബെറ്റാ ഫിഷിനെ ഇടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ വിശദമായി പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. ഇതിപ്പോൾ 3 ആഴ്ചയിൽ കൂടുതലായി ഞാൻ കണ്ടീഷൻ ചെയ്തു വരുന്ന ബെറ്റാസ് ആണ്. 4 പെയറുണ്ട്. ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ടുള്ള പെയർ, ബാക്കിയെല്ലാം ക്രോസ് ബ്രീഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രീഡിങ്ങിനിടുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒന്ന് ഫീഡ് ചെയ്യാം. ഇത് ഞാൻ മൊസ്കിറ്റോ ലാർവ കൊതുക് കൂത്താടി കൾച്ചർ ചെയ്യുന്നതാണ്. വളരെ കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം എൻ്റെ കയ്യിൽ 4 പെയറാണ് ഉള്ളത് ബെറ്റാസ്. അതുകൊണ്ട് അതിനാവശ്യമുള്ളത് മാത്രം ഞാനിവിടെ കൾച്ചർ ചെയ്യുന്നുണ്ട്. കൊതുക് കൂത്താടി കൾച്ചർ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം ആവശ്യത്തിന് ഫീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ നിന്ന് എനിക്ക് കൂത്താടി കിട്ടുന്നുണ്ട്. കുറച്ച് കൂത്താടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് ഫീഡ് ചെയ്യാം. ഈ ടാങ്കിലാണ് ഞാൻ ബ്രീഡിങ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ടാങ്കാണ്, ഗ്ലാസ്സിലുണ്ടാക്കിയ ടാങ്കാണ്. ഇത് തന്നെ വേണമെന്നില്ല, ചെറിയ ബക്കറ്റിലോ മറ്റു പാത്രങ്ങളിലൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യാം. ഇത് 6 ഇഞ്ച് സ്ക്വയറാണ്. ഇതിൻ്റെ അളവ് 6 ഇഞ്ച് സ്ക്വയറായിട്ട് 8 ഇഞ്ച് പൊക്കത്തിൽ ഞാൻ ഉണ്ടാക്കിയ ടാങ്കാണ്. ഇതിപ്പോൾ വീഡിയോ കാണിക്കാനായിട്ട് ഈ ഒരു ടാങ്കിൽ ചെയ്താൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാങ്ക് എടുക്കുന്നത്. ഇതാദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നേരത്തെ എടുത്ത് വെച്ച വെള്ളമാണ്, ഒരു ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. നമ്മൾ സാധാരണയായി എവിടെയാണ് ബ്രീഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് തന്നെ വെള്ളം എടുത്ത് വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിൻ്റെ വാട്ടർ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഫിഷിനെ ഉടനെ നമുക്ക് അതിനകത്ത് ഇടാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വെച്ച വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് ആദ്യം നമുക്ക് ബദാമിൻ്റെ ഇല ഇട്ട വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഫിൽറ്റർ ചെയ്ത് ഒഴിക്കുകയാണ്. കാരണം ബ്രീഡിങ്ങിനായിട്ട് ഇടുന്ന ഇതിനകത്ത് വേറെ വേസ്റ്റുകളൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇതിൽ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ഫിൽറ്റർ ചെയ്താണ് ഒഴിക്കുന്നത്. ഇതിപ്പോൾ ബദാമിൻ്റെ ഇല ഇട്ട വെള്ളം ഞാൻ ഒഴിക്കുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ആൻറ്റി ഫംഗലാണ്. അത് മാത്രമല്ല ഇത് pH ലെവലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. 6.5 to 8 ആണ് ബെറ്റാ ഫിഷിൻ്റെ pH ലെവൽ. ആ ലെവലും ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഞാൻ ഉപ്പാണ്, അക്വേറിയം സോൾട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. ഇത് വെള്ളത്തിൻ്റെ സാന്ദ്രത ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതും ഒരു അല്പം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ടാങ്കിൻ്റെ പൊക്കം 8 ഇഞ്ചാണ്. ഏകദേശം ഒരു 4 ഇഞ്ച് വരെ മതിയാകും. കാരണം ഫീമെയിൽ ഇടുന്ന എഗ്ഗ് അടിയിലേക്ക് പോകും. അപ്പോൾ അത് എടുത്ത് വയ്ക്കാനായിട്ട് മെയിൽ ഫിഷിന് വെള്ളത്തിൻ്റെ പൊക്കം ആഴം കുറവാണെങ്കിൽ അതിന് വളരെ സഹായകമാകും. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു 4 ഇഞ്ച് വരെ ഇതിലേക്ക് വെള്ളം നിറയ്ക്കാം. നമ്മൾ വേറെ പാത്രത്തിലേക്ക് ചെയ്യുന്നെങ്കിലും വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 4 ഇഞ്ച് വരെ മതിയാവും. നമ്മൾ ബക്കറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിലോ വേറെ എന്തെങ്കിലും പാത്രത്തിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ വെള്ളത്തിൻ്റെ അളവ് ഒരു 4 ഇഞ്ച് വരെ പാടുള്ളൂ. ഇനി ഇതിൽ ബബിൾ വയ്ക്കാനായിട്ട് ഞാനൊരു തെർമോക്കോളിൻ്റെ പീസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ തെർമോക്കോൾ പീസ് വയ്ക്കുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ തെർമോക്കോളിൻ്റെ പീസ് തന്നെയാണ് ഇതിലും വെക്കുന്നത്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്ത് വസ്തു നമുക്ക് വയ്ക്കാം. ഇതിപ്പോൾ ഞാനിപ്പോൾ തെർമോക്കോളിൻ്റെ പീസ് വെക്കുന്നു. തെർമോക്കോളിൻ്റെ പീസ് വെക്കാനായിട്ട് ഞാനിവിടെ സെലോ ടേപ്പ് എടുക്കുന്നുണ്ട്. കാരണം തെർമോക്കോളിൻ്റെ പീസ് അനങ്ങാൻ പാടില്ല. അനങ്ങിയാൽ ബബിൾ നെസ്റ്റ് പൊട്ടിപ്പോവും. അതുകൊണ്ട് തെർമോക്കോളിൻ്റെ പീസ് സ്റ്റേബിളായിട്ട് ഇരിക്കാനായിട്ട് ഞാനിവിടെ സെലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിക്കും.
ഇതിപ്പോൾ എല്ലാത്തിലും ഞാൻ തെർമോക്കോളിൻ്റെ പീസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരല്പം വെള്ളത്തിൽ നിന്ന് താഴ്ന്ന് നിൽക്കാൻ കണക്കിന് വേണം നമുക്കത് ഒട്ടിച്ച് വെക്കാനായിട്ട്. കാരണം അതിനിടയ്ക്ക് എയർ കയറാൻ പാടില്ല. ഈ ഫിഷ് എന്തെങ്കിലും ഒരു പ്രതലം കിടക്കുന്ന അതിൻ്റെ അടിയിലാണ് ഈ ബബിൾ വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അല്പം ഒന്ന് വെള്ളത്തിലൊന്ന് താഴെ നിൽക്കത്തക്ക രീതിയിൽ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിൽ ഫിഷിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. മാക്സിമം ഇതിനകത്തേക്ക് മെയിൽ ഫിഷിനെ ഇടുമ്പോൾ അതിൽ വേറെ വേസ്റ്റ് ഒന്നും വരാത്ത രീതിയിൽ നമ്മൾ ഇടണം. കാരണം ഈ വെള്ളത്തിൽ ആണ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനൊരു ഇൻഫെക്ഷൻ വരാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ വെള്ളം നമ്മൾ എപ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു രീതിയിലുള്ള വേസ്റ്റും ഇതിലേക്ക് വരാത്ത രീതിയിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് ഫീമെയിലിനെയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഫീമെയിലിനെ അകത്തോട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിപ്പം ഒരു ദിവസം ഇതിങ്ങനെ വെച്ചതിന് ശേഷം മാത്രം നാളെയാണ് ഞാൻ ഫീമെയിലിനെ ഇതിനകത്തേക്ക് ഇറക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫീമെയിലിനെല്ലാം ഇതിൻ്റെ അടുത്തേക്ക് വെക്കുന്നു. ഇനി ഈ പേറുകൾ തമ്മിൽ കാണാതിരിക്കാനായിട്ട് ബേസ് ബോണ്ട് ഒരു പീസ് വെച്ചിട്ട് മറയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിനെ ഫീഡ് ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. പാക്കറ്റ് ഫുഡ് പോലുള്ള വസ്തുക്കൾ ഇതിന് മാക്സിമം അല്ല ഇതിൽ ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം വാട്ടറിൻ്റെ ക്വാളിറ്റി പെട്ടെന്ന് നഷ്ടമാവും. അതുകൊണ്ട് ലൈവ് ഫുഡ്, കൊതുക് കൂത്താടിയോ വൈറ്റ് വേംസോ അല്ലെങ്കിൽ മൊയിന അങ്ങനെയുള്ള ജീവനുള്ള വസ്തുക്കൾ ഇതിന് കഴിക്കാൻ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൽ വലിയ പ്രശ്നമില്ലാതെ പോകും. വെള്ളം നല്ലതായിട്ട് തന്നെ ഇരിക്കും. വെള്ളത്തിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടില്ല. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. പലരും എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ നേരത്തെ അയച്ചിട്ടുണ്ട്, വെള്ളത്തിൻ്റെ ക്വാളിറ്റി പോകുന്നു, അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ബ്രീഡായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഡെഡായി പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിലനിർത്താനായിട്ട് ലൈവ് ഫുഡ് തന്നെ ഇതിന് കൊടുക്കുക. അതുമാത്രമല്ല മാക്സിമം ഇതിനകത്തോട്ട് വേസ്റ്റ് വരുന്നതെല്ലാം ഒഴിവാക്കാനായി ശ്രദ്ധിക്കുക. പിന്നെ ഈ ബ്രീഡിങ്ങിന് മുന്നായി നമ്മൾ ആദ്യം ഒന്ന് കരുതേണ്ട കാര്യം ഇൻഫസൂറിയയാണ്. ഇൻഫസൂറിയ ഞാനിപ്പോൾ നേരത്തെ ഏകദേശം ഒരു മാസമായി ചെയ്തു വെച്ചിട്ട്. നമ്മൾ ഈ ബ്രീഡിങ് കഴിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ വേറെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇൻഫസൂറിയ മാത്രമേ നമുക്ക് ആടി കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ വായ അത്രയ്ക്ക് ചെറുതാണ്. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഇൻഫസൂരിയ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ബ്രീഡിങ്ങിനായിട്ട് ഇടുക. ഇതിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ ബബിൾ നെസ്റ്റ് വച്ചതിന് ശേഷം ബാക്കി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൻ്റെ അടുത്തൊരു വീഡിയോ ആണ്. ഞാൻ ഒരുപാട് വീഡിയോസ് എല്ലാം ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പ്രത്യേകിച്ച് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്നിവിടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.